ഉമ്മച്ചയെയും ബാപ്പച്ചയെയും നോക്കിക്കോളണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി കല്ലടയാറ്റിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കൊട്ടാരക്കര പുത്തൂർ കടത്തിനാപ്പുഴയിലാണ് 3 ദിവസത്തിനു ശേഷം മൃതദേഹം കരയ്ക്കടിഞ്ഞത്. ഏനാത്ത് പാലത്തിൽ നിന്നും ചാടിയായിരുന്നു 9ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏനാത്ത് പാലം ആത്മഹത്യാ മുനമ്പായി മാറുന്നു. കല്ലടയാറിന് കുറുകെ ഏനാത്ത് പാലത്തിലാണ് നമ്മളുള്ളത്. പത്തനംതിട്ട, കൊല്ലം എന്നീ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഏനാത്ത് പാലം. ഈ പാലത്തിൻ്റെ കൈവരികൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ചെറുതാണ്. കാരണം ഇവിടെ ഒരു ആത്മഹത്യാ മുനമ്പായി തന്നെ മാറിയിരിക്കുന്നു. നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസം മുൻപാണ് കുളക്കടയിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഫ് ഇവിടെ എത്തുകയും സ്കൂൾ ബാഗ് ഊരി വെച്ചതിന് ശേഷം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും എടുത്ത് കല്ലടയാറിലേക്ക് ചാടിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത്തരത്തിലുള്ള വലിയ ദുഃഖകരമായ വാർത്തകളാണ് ഈ പാലത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള വലിയൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ നിവേദനം നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. കാരണം ഇവിടെ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത്. കാരണം ദൃക്സാക്ഷികൾ ഇവിടെ ധാരാളം നിരവധി ആൾക്കാർ ഈ സംഭവം കണ്ടുകൊണ്ട് തന്നെ നിന്നു. പോലീസ്, ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇവിടെ സ്കൂൾ ബാഗ് ഊരി വെക്കുകയും ആസിഫ് ഇതിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ചാടുകയും ചെയ്തു എന്നാണ് അവർ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് ആസിഫിൻ്റെ സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായത്. അതിൽ അച്ഛനെയും അമ്മയും സംരക്ഷിച്ചു കൊള്ളണം എന്ന് സഹോദരിയോട് പറയുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു ആ ആത്മഹത്യയിൽ പറഞ്ഞത്. അത്തരം കരളലിയിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്ക് തടയിടണം. അടിയന്തരമായി ഇവിടെ ഈ പാലത്തിൽ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.